സോ നമ്മൾ അടുത്ത ഒരു ഇക്വേഷനിലോട്ട് പോവാണ്. അടുത്തൊരു ഇമ്പോർട്ടന്റ് ഇക്വേഷൻ പഠിക്കാൻ പോവാണ്. ഇൻസെക്ടറുമായി ബന്ധപ്പെട്ടല്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഒരു ടോപ്പിക്. ആക്ച്വലി ഇതാണ് ഈ പഠിച്ചതിൽ ഏറ്റവും, അല്ലെങ്കിൽ പഠിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോർമുല. കാരണം ഇത് മെൻസുറേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലും നമ്മൾ യൂസ് ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പൊ ഇതില് ഇത് നമുക്ക് ഡിറൈവ് ചെയ്യാം. കാരണം ഡിറൈവ് ഇത്, അല്ലെങ്കിൽ എനിക്കിപ്പോ ഡയറക്റ്റ് വേണമെങ്കിൽ പറഞ്ഞു തരാം. പക്ഷെ ഞാൻ ഡിറൈവ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാല്, സോ ദാറ്റ് നിങ്ങൾക്ക് ഇഫ് ക്വസ്റ്റ്യൻ എപ്പോഴും എന്താ പറയാ, ചോദ്യം അതിന് ഡയറക്റ്റ് ഒരു ഉത്തരം, അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് ഫോർമുല അങ്ങനെ തന്നെ ചോദിക്കണമെന്നില്ല. വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഒരല്പം ടഫ് ആക്കാം. ടഫ് ആക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ചിലപ്പോൾ അവിടെ ഇരുന്ന് ഡിറൈവ് ചെയ്യേണ്ടി വരും ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ വരച്ച് നോക്കേണ്ടി വരും. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് തിരിച്ചും മറിച്ചും ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ നമ്മൾ ഇത് എങ്ങനെ കിട്ടിയെന്നൊന്ന് അറിഞ്ഞിരുന്നാൽ വളരെ സിമ്പിൾ ആണ്. നമുക്ക് അത് എളുപ്പമായിരിക്കും. ഞാൻ ഇവിടെ പേര് കൊടുക്കുകയാണ്, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. എ ബി സി. എ ബിയും എ സി എന്ന് പറയുന്നത് രണ്ട് ലൈൻസ് ആണ്. അത് രണ്ടും ടച്ച് ചെയ്ത്, അല്ലെങ്കിൽ മീറ്റ് ചെയ്ത പോയിന്റ് ആണ് എ. സോ അവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യും. രണ്ട് ലൈൻസിന്റെ ഇൻ ബിറ്റ്വീൻ ഒരു ആംഗിൾ ഉണ്ടായിരിക്കും അല്ലെ. ആ ആംഗിളിനെ ഞാൻ 2h എന്ന് കൊടുക്കുകയാണ്. സോ ദാറ്റ് എ ഡി എന്ന് പറയുന്ന ആംഗിൾ ബൈസെക്ടർ ആ 2h എന്ന് പറയുന്ന ആംഗിളിനെ രണ്ടായിട്ട് മുറിക്കുന്നു, എക്സും എക്സും. ഓക്കെ. ഈ രണ്ട് സർക്കിളും ഇൻസെന്റർ തന്നെയാണ്. ഇൻസെന്റർ എന്ന് പറഞ്ഞാല്, ഇപ്പൊ നിങ്ങൾ ഈ ഒരു പോയിന്റ് ഇതിനെ ടാൻജന്റ് ആക്കി, ഈ ഒരു പോയിന്റിൽ ഒരു ടാൻജന്റ് നിങ്ങൾ വരച്ചാൽ അത് ബിയും സിയും ടച്ച് ചെയ്തേ പോകും. ബിയും സിയും ടച്ച് ചെയ്ത് പോകും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റും. ആ ട്രയാങ്കിൾ ഫോം ചെയ്ത് അതൊരു ഇൻസർക്കിൾ അല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് രണ്ട് സർക്കിളും ഇൻസർക്കിൾ ആണ്. പക്ഷെ ഞാൻ ഇവിടെ ഇത് വരച്ചിട്ടില്ല, ആ ഒരു ടാൻജന്റ് വരച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഓക്കെ. സോ രണ്ട് സർക്കിൾ ഇൻസർക്കിൾ ആണ്. ഇൻസർക്കിൾ വിത്ത് റേഡിയസ് R1 R2, അല്ലെ രണ്ട് സർക്കിൾ വിത്ത് R1 R2 റേഡിയസ്. ഇതിന്റെ സെന്ററിന്റെ പേര് ഇടയാണ് ഒയും ഒ പി. പി കൊടുക്കാം. ഈ റേഡിയസ് ഈ എ ബി എന്ന് പറയുന്ന ലൈനിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്, അതായത് ടാൻജന്റ് ആണത്. ഈ സർക്കിളിന്റെ എ ബി എന്ന് പറയുന്ന ടാൻജന്റ് ഈ സർക്കിളിൽ, രണ്ട് സർക്കിളിലും ടച്ച് ചെയ്യുന്ന പോയിന്റ്സിന് ഞാൻ എ ബി സി ഡി ഇയും എഫും ഇടാം. ഇയും എഫും, ഇ ആൻഡ് എഫ്. ഓക്കെ. ശ്രദ്ധിച്ചോളേ, നമ്മൾ നേരത്തെ ലാസ്റ്റ് വീഡിയോയിൽ പഠിച്ചായിരുന്നു എന്ത്? റേഡിയസും ടാൻജന്റും തമ്മിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് 90 ഡിഗ്രി ആയിരിക്കും. റേഡിയസും ടാൻജന്റും തമ്മിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് 90 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം. ഇനി നിങ്ങൾ പറയും, സൈൻ എക്സ് എന്ന് വെച്ചാൽ എന്താണ്? സൈൻ എക്സ്, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. എ ഇ ഡി എന്ന് പറയും, എ ഇ ഒ എന്ന് പറയുന്ന ട്രയാംഗിൾ നോക്കി. എ ഇ ഒ എന്ന് പറയുന്ന ട്രയാംഗിൾ സൈൻ എക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്. എക്സിന് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് R1 ആണ്. R1 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനസ് എന്ന് വെച്ചാൽ ഇവിടെ എന്താണ്? ഹൈപ്പോട്ടിനസ് വെച്ചാൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ആയിരിക്കും ഹൈപ്പോട്ടിനസ്, എ ഒ. ഇനി വലിയ ട്രയാംഗിൾ നോക്കിയാലോ? വലിയ ട്രയാംഗിൾ നോക്കുവാണെങ്കിൽ സൈൻ എക്സ് ഈസ് ഈക്വൽ ടു R2 ഡിവൈഡഡ് ബൈ എ പി അല്ലെ. R2 ഡിവൈഡഡ് ബൈ എ പി. ഓപ്പോസിറ്റ് സൈഡാണ് R2 ഡിവൈഡഡ് ബൈ എ പി എന്ന് പറയുന്നത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഹൈപ്പോട്ടിനസ്. സൈൻ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ് അല്ലെ. ഇനി നമുക്ക് ഈ ഫിഗറിലോട്ട് നോക്കും. ഫിഗറിൽ എ ഒയുടെ ലെങ്ത് ഞാൻ ഡി എന്ന് മാർക്ക് ചെയ്യാണ്. എന്നാൽ ഒ പിയുടെ ലെങ്ത് എന്തായിരിക്കും? ഒ പിയുടെ ലെങ്ത് ശ്രദ്ധിച്ചോളേ, R1, അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? R1 അല്ലെ. R1. ഈ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എത്ര ആയിരിക്കും? R2. R1ഉം R2ഉം. ഓക്കെ. സോ എഴുതുവാണ്, സൈൻ എക്സ് ഈക്വൽ ടു R1 ഡിവൈഡഡ് ബൈ എ എന്ന് വെച്ചാൽ ഞാൻ എന്തെന്ന് കൊടുത്തു? ഡി എന്ന് കൊടുത്തു അല്ലെ. ഡി. അങ്ങനെയെങ്കിൽ വലിയ ട്രയാങ്കിളിലെ സൈൻ എക്സ് എന്ന് വെച്ചാൽ എന്ത് വരും?
വലിയ ട്രയാങ്കിൾ സൈൻ എക്സ് ഈക്വൽ ടു R2 ഡിവൈഡഡ് ബൈ എന്തിന്റെയൊക്കെ സമ്മാണ്? AO എന്ന് വെച്ചാൽ ഡി ആണ്, ഡി പ്ലസ് R1 പ്ലസ് R2 അല്ലെ, ഡി പ്ലസ് R1 പ്ലസ് R2, ഡി പ്ലസ് R1 പ്ലസ് R2. ഓക്കെ, ആക്ച്വലി എനിക്ക് ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യണം. ഇക്വേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇതിൽ ശ്രദ്ധിച്ചോളേ, ഈ രണ്ടാമത്തെ ഇക്വേഷനെ ഞാൻ ഒന്ന് എക്സ്പെൻഡ് ചെയ്യണം. സൈൻ എക്സ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തോ, R1 ആദ്യത്തെ ഇക്വേഷൻ നോക്കിയാൽ R1 ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു സൈൻ എക്സ് അല്ലെ, ഡി ഇൻറ്റു സൈൻ എക്സ്. രണ്ടാമത്തെ ഇക്വേഷൻ ആണെങ്കിലോ ഡി പ്ലസ് R1 പ്ലസ് R2 ഈക്വൽ ടു ഇൻറ്റു സൈൻ എക്സ് ഈക്വൽ ടു R2 അല്ലെ. എക്സ്പാൻഡ് ചെയ്യാം. ഡി ഇൻറ്റു സൈൻ എക്സ് പ്ലസ് R1 ഇൻറ്റു സൈൻ എക്സ് പ്ലസ് R2 ഇൻറ്റു സൈൻ എക്സ് ഈക്വൽ ടു R2. ഞാൻ ഇത് ഇങ്ങോട്ട് എഴുതുവാണേ, ഇങ്ങോട്ട് ഇവിടെ വെച്ച് എഴുതുവാണ്. ഇല്ലെങ്കിൽ അത് ഇത് ഫിഗർ മാഞ്ഞു, അതുകൊണ്ട്. ഇനി ഡി സൈൻ എക്സ് എന്ന് വെച്ചാൽ എന്താണ്? R1 നമ്മളിവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. സോ അവിടെ ഞാൻ R1 എഴുതിയാണ്. R1 പ്ലസ് R1 സൈൻ എക്സ് പ്ലസ് R2 സൈൻ എക്സ് ഈക്വൽ ടു R2 ഈക്വൽ ടു R1 ഞാൻ കോമൺ ആയിട്ട് എടുക്കുവാണെങ്കിൽ 1 പ്ലസ് സൈൻ എക്സ് ഈക്വൽ ടു R2 അപ്പുറത്തോട്ട് പോവുകയാണ്. R2 സൈൻ എക്സ് അപ്പുറത്തോട്ട് പോയിട്ട് R2 കോമൺ എടുക്കാൻ നേരത്ത് 1 മൈനസ് സൈൻ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? R1 ഡിവൈഡഡ് ബൈ R2, R1 ഡിവൈഡഡ് ബൈ R2. ഇതാണ് ഇക്വേഷൻ ഈക്വൽ ടു എന്താണ്? 1 മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ എക്സ്, 1 മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ എക്സ്, 1 പ്ലസ് സൈൻ എക്സ്. സോ ഇതാണ് ആക്ച്വലി നമ്മൾ പഠിക്കേണ്ടത്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഞാൻ പറഞ്ഞു വേറെയും ചാപ്റ്റേഴ്സിൽ വരുന്നുണ്ട്. മെൻസുറേഷനിലും മേ ബി ആവശ്യം വരും. എനിക്ക് ആവശ്യം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. സോ നമുക്കറിയാം, ഇത്രേ ഉള്ളൂ. റേഡിയസ് ഓഫ് ചെറിയ സർക്കിൾ ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് വലിയ സർക്കിൾ ഈക്വൽ ടു 1 മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ എക്സ്. ഫിഗർ മനസ്സിലാക്കിക്കൊള്ളണം, എങ്ങനെയാണ് വന്നതെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. ഇനി ഈ ഫിഗറിൽ ശ്രദ്ധിച്ചോളണം, ഈ ഫിഗറിൽ ഈ പോർഷൻ ഇല്ല. ഏത് പോർഷൻ? താഴത്തെ പോർഷൻ വേണ്ട. ഇത്ര സെമി സർക്കിൾ വരച്ചിട്ടാണ് തന്നാലും ഇതേ കാര്യം നടക്കും. അതായത് താഴോട്ടൊന്നുമില്ല. അതായത് DAB എന്നുള്ള പോർഷനിൽ എക്സും R1 R2 ഇങ്ങനെ സെമി സർക്കിളിൽ തന്നിരുന്നാലും ഇതേ ഇക്വേഷൻ ഉണ്ടായിരിക്കും. ആ ഫിഗർ കൂടി മനസ്സിലുണ്ടായിരിക്കണം. അതായത് ഈ ഒരു ഫുൾ ഫിഗർ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ പകുതിയുള്ള ഫിഗറും മനസ്സിലുണ്ടായിരിക്കണം. എന്നിട്ട് R1 ഡിവൈഡഡ് ബൈ R2, R1 R2ന്റെ റേഷ്യോ എന്നാണ്? R1 ചെറുതാണ്, R2 വലുതാണ്. ഓക്കെ, അപ്പം ചെറിയ സംഖ്യ മുകളിൽ വരും, വലിയ സംഖ്യ താഴെ വരും. ചെറിയ സംഖ്യ കിട്ടണമെങ്കിൽ മൈനസ് ചെയ്യണം. 1 സൈൻ എക്സ് ആണ് വാല്യൂസ് ഉള്ളത്. ചെറിയ സംഖ്യ കിട്ടാൻ വേണ്ടി മൈനസ് ചെയ്യണം, വലിയ സംഖ്യ കിട്ടാൻ വേണ്ടിയിട്ട് പ്ലസ് ചെയ്യണം. അത്രേ ഉള്ളൂ. 1 മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ എക്സ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എങ്ങനെ വന്നതെന്നുള്ളത് നോക്കണേ. ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ നോക്കണം. ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇത്.
ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് വിചാരിക്കും. ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളില് രണ്ട് സർക്കിളാണ്. എ ബി സി എന്ന് പറയുന്ന ഇക്വിലാറ്ററൽ ട്രയാങ്കിളില് രണ്ട് സർക്കിൾ. ആ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് R1 R2 ആണെന്ന് വിചാരിച്ചു. R1 R2 ആണെന്ന് വിചാരിച്ചു. അങ്ങനെയെങ്കിൽ R1 R2 തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? നമ്മുടെ ഇക്വേഷൻ എന്താണ്? R1/R2 ഈക്വൽ ടു 1 മൈനസ് സൈൻ എച്ച് ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ എച്ച്. 1 പ്ലസ് സൈൻ എച്ച്. ഇനി എച്ച് എത്രയാണ്? ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും അല്ലെ? ഇതൊരു ഇക്വലാറ്ററൽ ട്രയാംഗിൾ ആണ്. സോ ഇതിന്റെ ടോട്ടൽ ആംഗിൾ 60 ഡിഗ്രിയാണ്. അപ്പോൾ എച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു ഇതിന്റെ പകുതിയായിരിക്കും അല്ലെ? ബൈസെക്ടർ ആണ്. അപ്പൊ ഈ ആംഗിൾ എത്ര ആയിരിക്കും? ഈ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. 30 ഡിഗ്രി. അത് ഇട്ടെടുക്കുമ്പോൾ 1 മൈനസ് സൈൻ 30. 1 മൈനസ് സൈൻ 30 എത്രയാണ്? സൈൻ 30 എന്ന് വെച്ചാൽ 1/2 ആണ്. അത് ട്രിഗണോമെട്രിയിൽ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ? ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1/2. 1 അര കുറച്ച് എത്രയാണ്? അരയാണ് അല്ലെ? 1 അര കുറച്ച് അരയും ഇവിടെ 1/2യും. അര ഡിവൈഡഡ് ബൈ 1/2 എത്രയായിരിക്കും? 1/3. 1/3. സോ ശ്രദ്ധിച്ചോളാം, R1:R2 എന്ന് പറയുന്നത് എത്ര കിട്ടി? ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഇതാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അങ്ങ് പഠിക്കാം. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ R1/R2 1/3 ആയിരിക്കും. അതുപോലെ തന്നെ അതിന്റെ ഏരിയ ഓഫ് സ്മോളർ സർക്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ബിഗർ സർക്കിൾ. ഏരിയ ഓഫ് സ്മോളർ സർക്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ബിഗർ സർക്കിൾ എന്ത് കിട്ടും? 1:9 ആയിരിക്കും ഇതിന്റെ സ്ക്വയർ. സോ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ എന്താണ് പറഞ്ഞത്? അത് 1:3 ആയിരിക്കും. R1:R2 എന്ന് പറയുന്നത് 1:3 ആയിരിക്കും. സർക്കിളിന്റെ റേഡിയസ് തമ്മിലുള്ള റേഷ്യോ 1:3യും സർക്കിളിന്റെ ഏരിയ തമ്മിലുള്ള റേഷ്യോ 1:9 ആയിരിക്കും. ഓക്കെ.